ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നോഹിൻ്റെ ഒരു ഫുഡ് റുട്ടീനായിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 8:30 എഴുന്നേറ്റാൽ ഒരു 9 മണിയാകുമ്പോഴത്തേനും ഫുഡൊക്കെ കൊടുത്തിട്ട് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഇത് വന്നിട്ട് നാൽപ്പാമരാതി ഓയിലാണ്. ഇതോ അല്ലെങ്കിൽ വേറൊരു ഓയിലുണ്ട്, അത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഈ 2 ഓയിൽസാണ് നോഹിനി യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ബോട്ടിൽ കഴിഞ്ഞ് സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. ഈ 2 ബോട്ടിലും ഡെയിലി എണ്ണ തേപ്പിക്കുക കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇത് ബ്രൈറ്റനിങ് ഓയിലല്ല, ജസ്റ്റ് സ്കിന്നൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നോഹിനി യൂസ് ചെയ്യുന്നത് സെബാമെഡിൻ്റെ ചെറിയ ക്ലെൻസിങ് ബാറാണ്. ചെറുതാവുമ്പോൾ പെട്ടെന്ന് നാശാവാണ്ട് കുറച്ചും കൂടി നാശാവാതെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചെറുതാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബബിൾ ബാത്ത് യൂസ് ചെയ്യാറുണ്ട്. കുറച്ച് നേരമൊക്കെ വെള്ളത്തിലിരുന്ന് കളിക്കുകയാണെങ്കിൽ ഞാൻ ബബിൾ ബാത്താണ് യൂസ് ചെയ്യാറ് കേട്ടോ. കുളി കഴിഞ്ഞ് വന്നാൽ ഞാൻ പൗഡറൊന്നും അവന് യൂസ് ചെയ്യാറില്ല, മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം UAE ക്ലൈമറ്റിനോട് കുറച്ചും കൂടി ബെറ്ററായി നിൽക്കുന്ന മോയ്സ്ചറൈസർ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഞാനിതിപ്പോൾ ഒരു 4-5 മാസമായിട്ട് നോഹിനി യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് അടിപൊളിയായിട്ടാണ് തോന്നിയത്. പിന്നെ ഡയപ്പർ വന്നിട്ട് ബെബേം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇത് UAE മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്, നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ സൈസ് 5 ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഞാൻ അവനായിട്ട് ഇരുന്ന് കളിക്കും. എത്ര ടോയ്സ് ഉണ്ടെങ്കിലും AC റിമോട്ട് അല്ലെങ്കിൽ സ്വിച്ചൊക്കെയാണ് അവൻ്റെ ഫേവറേറ്റ് ടോയ്. ഇപ്പോൾ ഇവൻ ഇങ്ങനെ ഓരോ ആക്ഷൻസ് കാണിക്കാനും ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് നോഹിന് തീരെ വയ്യായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ് ഈ ബേബി ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ORS പോലത്തെ ഒരു വാട്ടറാണ്. ഇതിന് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, കുറച്ചെടുത്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 5 ml 10 ml ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് നോഹിന് ഇങ്ങനെ പനി വന്നത്. തീരെ മാറാണ്ടായപ്പോഴാണ് ഞങ്ങളിവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടുന്ന് പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ആൻറ്റിബയോട്ടിക്കും അതേപോലെ കുറച്ച് മെഡിസിൻസൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും പനി പിന്നെയും കുറയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റത്തെ ദിവസം ഞങ്ങൾ അതേ നേരം ഇപ്പോൾ വീണ്ടും കൊണ്ടുപോയി പിന്നെ ഫ്ലൂയിഡൊക്കെ കയറ്റി മെഡിസിൻസൊക്കെ മാറ്റി തന്ന് പിന്നെയാണ് പനിയൊക്കെ ഒന്ന് കുറഞ്ഞത് കേട്ടോ. നോഹിന് ഇതുവരെ പല്ല് വന്നിട്ടില്ല, അപ്പോൾ പല്ല് വരാനുള്ളതാവുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമാധാനിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനിടയിൽ ഹാർട്ട് റേറ്റൊക്കെ കൂടി ഭയങ്കര പ്രശ്നമായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ഇപ്പോൾ നോഹുള്ളത്. അപ്പോൾ അവൻ്റെ ട്രാക്കിലേക്ക്, അതായത് ഫുഡിൻ്റെ ഒക്കെ ട്രാക്കിലേക്ക് അവൻ കയറി വരുന്നുള്ളൂ. നിർബന്ധിച്ചിട്ട് ഫീഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് കുറച്ച് ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. പിന്നെ മോർണിംഗ് എഴുന്നേറ്റ വഴിക്ക് ഞങ്ങൾ ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ട്. 1 year കഴിഞ്ഞ ബേബീസിന് ഒരു മുട്ട ഒരു ഗ്ലാസ് പാലൊക്കെ ഡെയിലി കൊടുക്കുന്നത് കുറച്ചുകൂടി ബെറ്ററാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി യൂസ് ചെയ്യുന്നത് PGൻ്റെ ബോട്ടിലാണ് കേട്ടോ, ഫീഡിങ് ബോട്ടിലാണ്. ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് കുറച്ചുകൂടി ബെറ്ററായി തോന്നിയത് അതാണ്. പിന്നെ ഒരു 11:30 ആയി കഴിഞ്ഞാൽ അവൻ പാലൊക്കെ കുടിച്ച് കുറച്ച് നേരം അവൻ ഉറങ്ങും. ഡെയിലി 2 times ഞാൻ അവനെ ഉറക്കാറുണ്ട് കേട്ടോ. മാക്സിമം ഞാൻ ശ്രമിക്കും, പക്ഷെ ചില ദിവസം അതൊന്നും നടക്കില്ല. ഉച്ചയ്ക്ക് പിന്നെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ചോറും ക്യാരറ്റ് ഉപ്പേരിയും പിന്നെ കുറച്ച് തൈരുമാണ് കേട്ടോ. നോഹിന് ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഫുഡിൽ കൂടുതലും തൈര് ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. കാരണം അത് കുറച്ചും കൂടി ദഹനത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അവന് ഒരു 8-9 മാസമായപ്പോൾ മുതൽ തൈര് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഉച്ചക്കലത്തെ ഫുഡ് കൊടുക്കാറ് കേട്ടോ. ഇത് ഇവിടെ ഇന്ന് കിട്ടിയ ഈത്തപ്പഴമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്ത് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അതിൻ്റെ റെസിപ്പിയും കൂടി നിങ്ങൾക്ക് കാണാമല്ലോ. നോഹിന് ഇന്ന് കൊടുത്ത സെയിം ഫുഡ് പിറ്റേ ദിവസം കൊടുക്കാറില്ല. ഞാൻ ഓൾട്ടർനേറ്റീവായിട്ടാണ് ഫുഡ് റെസിപ്പീസ് മാറ്റിയിട്ടാണ് കൊടുക്കാറ്. അതേപോലെ കൊടുക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ക്യൂട്ടായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരുത്താറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാൽ കുറച്ചും കൂടി അവനിങ്ങനെ ചിരിക്കുകയും അതിനോടൊരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നോഹിന് ഡെയിലി ഒരു ഗ്ലാസ് പാലും അല്ലെങ്കിൽ ഫോർമുല എന്തായാലും കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഫോർമുല സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് ഫോർമുല സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണോ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതെന്നുള്ളൊരു സംശയമുണ്ട്. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത്. നാട്ടിലൊരു ഡോക്ടർ പറഞ്ഞത് ഇനി ഫോർമുല കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ആരെങ്കിലും ബേബീസിന് ഫോർമുല കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. പിന്നെ ഉച്ചക്കലത്തെ ഫുഡിന് ശേഷം ഞാൻ കാൽഷ്യത്തിൻ്റെ ഒരു സിറപ്പ് കൊടുക്കുന്നുണ്ട്. നോഹിന് പറഞ്ഞല്ലോ പല്ലൊക്കെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ആൾ പ്രീ ടൈമാണ്, നടത്തും എല്ലാം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഉച്ചയ്ക്ക് കൊടുത്തിട്ട് കുറച്ച് നേരം കളിച്ചതിന് ശേഷം അവന് വീണ്ടും ഞാൻ ഉറക്കും. നോഹിൻ്റെ ഈവനിങ് സ്നാക്സ് പാൻ കേക്കാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ മുട്ട, പഴം, പാല് പിന്നെ അതേപോലെ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നട്ട്സ് പൗഡറും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്ലോർ യൂസ് ചെയ്തിട്ടുള്ളത് വീറ്റാണ്. അത് രാഗി വേണമെങ്കിൽ യൂസ് ചെയ്യാം, പിന്നെ മൈദപ്പൊടി യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും കൊടുക്കാനാണ് പറയാറ്. അരിപ്പൊടി യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മാവ്. അതിലേക്ക് ഞാൻ ന്യൂട്ടല മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നോഹിന് ഇന്ന് ഒരു പാണ്ട തീം അല്ലെങ്കിൽ ഒരു ബിയർ തീമിലാണ് ഞാൻ പാൻ കേക്ക് റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ട് അതിൽ ന്യൂട്ടല മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കളർ ഷെയ്ഡുകളൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ ചെയ്തത്. നൂഹ് 1 or 2 മാത്രം കേട്ടോ കഴിക്കാറ്, കൂടുതലൊന്നും അവൻ കഴിക്കാറില്ല. ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് കഴിക്കാറ്. അവനെ ഒരു ഫുഡ് കഴിക്കാനും ഞാൻ നിർബന്ധിക്കാറുമില്ല കേട്ടോ. പിന്നെ എന്ത് ഫുഡ് കൊടുക്കുമ്പോഴും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. അത് കുറച്ചും കൂടി ദഹനത്തിന് കുറച്ചും കൂടി ബെറ്റർ ആക്കും. അതുകൊണ്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാ കുട്ടികൾക്കും എല്ലാ ഫുഡും ചിലപ്പോൾ ഓക്കെ ആയെന്ന് വരില്ല. ചില കുട്ടികൾക്ക് ചില ഫുഡ് അലർജി ഉണ്ടാവും. അപ്പോൾ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കൊടുക്കാൻ. ആദ്യമായിട്ട് ബേബീസിന് നട്ട്സ് പൗഡറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ നട്ട്സും ആദ്യം ഒറ്റയ്ക്കായിട്ട് കൊടുത്തിട്ട് അതിനൊന്നും അലർജി ഇല്ലല്ലോ എന്നുള്ളത് കൺഫേം ചെയ്യണം. ഇല്ലെങ്കിൽ പല അസുഖങ്ങൾക്കും അത് കാരണമാവും. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് ബേബീസിന് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നൂഹിൻ്റെ ഈവനിങ് സ്നാക്സിൻ്റെ കൂടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ആപ്പിൾ ഷേക്കാണ് കേട്ടോ. ആപ്പിളും ഡേറ്റ്സും പിന്നെ പാലും കൂടിയിട്ട് അടിച്ചിട്ട് അത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊന്നും ഞാൻ അവനെ നിർബന്ധിച്ച് കുടിപ്പിക്കാറില്ല കേട്ടോ. അവന് ആവശ്യമുണ്ടെങ്കിൽ അവൻ കുടിക്കും, ഇല്ലെങ്കിൽ ബാലൻസ് ഞാൻ കുടിക്കും എന്നുള്ള ലെവലിലാണ്. അവനെ നിർബന്ധിച്ച് കുടിക്കാനോ അല്ലെങ്കിൽ കുടിപ്പിക്കാനോ ഞാൻ ശ്രമിക്കാറില്ല. അവന് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ കുടിക്കും, അത്ര തന്നെ. പിന്നെ ഈവനിങ് കഴിഞ്ഞു. ഇനി നൈറ്റിലേക്കുള്ള ഫുഡെന്ന് വെച്ചാൽ ഞാൻ അവന് ദോശയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ദോശ ബാറ്ററില്ലേ, അതിൽ ഞാൻ ക്യാരറ്റ് മിക്സ് ചെയ്തിട്ട് അത് ക്യാരറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ടാണ് കേട്ടോ നൂഹിന് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതായത് പ്യുവറായിട്ടുള്ള പശു നെയ്യില്ല കൗകി, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടുമിക്ക ഫുഡിലും ഞാൻ അത് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ നൂഹിനൊന്ന് ജസ്റ്റ് ഒന്ന് മേല് കഴുകിയിട്ട് കുറച്ച് സമയം ഞാനും ജുനും, അതായത് അബ്ബിയും ഉമ്മയും ഒരുമിച്ചുള്ള ടൈം ഞാൻ അവനായിട്ട് കളിക്കും. അത് അവന് വേണ്ടി കുറച്ച് സമയം ഞങ്ങൾ മാറ്റി വയ്ക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവൻ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നൂഹിൻ്റെ ഒരു 1 day റുട്ടീൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.